കനത്ത ചൂടാണ്. ചൂടിൽ വലയുകയാണ് കേരളം. വരും ദിവസങ്ങളിലും ചൂടിന് ശമനമുണ്ടാകില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ശനിയാഴ്ച വരെ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരാൻ സാധ്യതയുണ്ട്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അജ്മൽ ദിറാർ വിനീഷ് കുമാറാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. വിനീഷ്, ഇന്നിപ്പോൾ മേട ചൂടെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, മീനച്ചൂട്. അപ്പോൾ തന്നെ മേടം പുലർന്നു കഴിയുമ്പോൾ വിഷു ആഘോഷിക്കുന്നതൊക്കെ ഭയങ്കര ചൂട് സമയത്താണ്. അപ്പോൾ ഈ ചൂടിന് യാതൊരു തരത്തിലുള്ളൊരു കുറവുമില്ല എന്നാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നത്? ഒപ്പം തന്നെ ഏതൊക്കെ ജില്ലകളിൽ അലേർട്ട് നൽകിയിട്ടുണ്ട്, എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്, പറയും. പ്രവിത ക്രിസ്റ്റീന, ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്നലെ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് അനുഭവപ്പെട്ടത്. ഈ മാസം 18 വരെ ഇതുപോലെ തന്നെ ഉഷ്ണനിലയിൽ വലിയ വ്യതിയാനമുണ്ടാവും, വലിയ കൂടും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതായത് പാലക്കാട് ജില്ല കൂടാതെ കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രിയാണുള്ളത്. അത് കൂടാതെ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, ആലപ്പുഴ, പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ 37 ഡിഗ്രിയും തിരുവനന്തപുരത്ത് 36 ഡിഗ്രിയുമാണ് ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇത് വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. വിഷു അടുപ്പിച്ച് നമുക്കറിയാം, സാധാരണ വിഷു പ്രമാണിച്ചുള്ള വലിയ കച്ചവടമെല്ലാം നടക്കേണ്ടതാണ്. ഇന്നലെ കടുത്ത ഉഷ്ണത്തെ തുടർന്ന് കച്ചവടത്തെ എല്ലാം തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തെക്കൻ ജില്ലകളിലാണ് കച്ചവടം വളരെ കുറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിലും അതിരൂക്ഷമായ രീതിയിൽ തന്നെ ഉഷ്ണത്തിൽ വലിയ വ്യതിയാനം ഉണ്ടാവും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. ഒപ്പം തന്നെ കർശനമായ നിർദ്ദേശങ്ങളും പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് രാവിലെ 10-നും വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം 3 വരെയുള്ള സമയങ്ങളിൽ പുറം ജോലികൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പരമാവധി വെള്ളം കുടിക്കുക, എണ്ണയിൽ വറുത്തതോ മറ്റുള്ള ഉപയോഗിക്കുന്നതും അതുപോലെ ചായ പോലുള്ളത് പരമാവധി കുറച്ചുകൊണ്ട് വെള്ളം കൂടുതൽ കുടിക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ വസ്ത്രങ്ങളാണെങ്കിലും ഇളം കളറിലുള്ള വസ്ത്രങ്ങൾ പരമാവധി ഉപയോഗിക്കാനാണ് പറയുന്നത്. എന്തായാലും ഇത്തരം നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കപ്പെടുന്നത് നന്നായിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ പരമാവധി ഈ 10 മണിക്കും 3 മണിക്കും ഇടയിലുള്ള പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിൽ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കുകയും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ അത്ര അവസ്ഥയിലേക്ക് ചൂട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കടുത്ത ഉഷ്ണം തന്നെയാണ് അനുഭവപ്പെടുന്നത്. ശരി, വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഈ 40 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ വെള്ളമൊക്കെ ചെറുതായിട്ട് ചൂടാക്കാൻ പറ്റുന്ന അത്രയും താപനിലയാണ്. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളും അത് പൊള്ളുന്ന ചൂട് അല്ലെങ്കിൽ ഈ പറയുന്ന പുഴുങ്ങുന്ന അവസ്ഥയൊക്കെയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ജാഗ്രത പാലിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വേനൽ മഴ വരുന്നുണ്ടെങ്കിൽ അത് ഒട്ടും പര്യാപ്തമല്ല എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.